വർഷ യാത്രക്കാരുടെ എണ്ണത്തിൽ കുതിച്ചുയർന്ന തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം 2024 ജാനുവരി മുതൽ ഡിസംബർ വരെ 49.17 ലക്ഷം പേർ ഇന്ത്യൻ നഗരങ്ങളിലേക്കും വിദേശ നഗരങ്ങളിലേക്കുമായി യാത്ര ചെയ്തു. ഇതോടെ യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് കുതിപ്പാണ് ഈ വർഷം തിരുവനന്തപുരം വിമാനത്താവളം സ്വന്തമാക്കിയിരിക്കുന്നത്. 2024 ആകെ യാത്രക്കാരിൽ 26.4 ലക്ഷം പേർ ഇന്ത്യൻ നഗരങ്ങളിലേക്കും 22.7 ലക്ഷം പേർ വിദേശ നഗരങ്ങളിലേക്കുമാണ് യാത്ര ചെയ്തത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് യാത്രക്കാരുടെ എണ്ണത്തിലെ വർധനവ് 18.52%. 2023 ഇതേ കാലയളവിൽ 41.48 ലക്ഷമായിരുന്നു യാത്രക്കാരുടെ എണ്ണം. 31.11 ലക്ഷമായിരുന്നു ആകെ യാത്രക്കാരുടെ എണ്ണം. ബാംഗ്ലൂർ, ചെന്നൈ, ഡൽഹി എന്നീ ഇന്ത്യൻ നഗരങ്ങളിലേക്കാണ് ഇന്ത്യക്കകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്തത്. വിദേശ നഗരങ്ങളിൽ അബുദാബി, ഷാർജ, ദുബായ് എന്നിവയാണ് യാത്രക്കാരുടെ പ്രിയപ്പെട്ട സ്ഥലങ്ങൾ. ഇൻഡിഗോ, എയർ അറേബ്യ, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നീ എയർലൈനുകളാണ് ഈ വർഷം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഏറ്റവും അധികം സർവീസുകൾ നടത്തിയത്. 11 ഇന്ത്യൻ നഗരങ്ങളിലേക്കാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും വിമാനങ്ങളുള്ളത്. അതിൽ വിദേശ നഗരങ്ങളുടെ എണ്ണം 14 ആണ്. 28,306 നിന്നും 32,324 എയർ ട്രാഫിക് മൂവ്മെന്റുകൾ ഉയർന്നിട്ടുണ്ട്. 14.19% വർധനവ്. നിലവിൽ പ്രതിദിനം ശരാശരി 100 സർവീസുകൾ വഴി 15,000-ന് മുകളിൽ യാത്രക്കാരാണ് തിരുവനന്തപുരം എയർപോർട്ട് വഴി യാത്ര ചെയ്യുന്നത്. 4 ലക്ഷത്തിന് മുകളിൽ എത്തിയിരിക്കുകയാണ് പ്രതിമാസ യാത്രക്കാരുടെ ശരാശരി. 4.52 ലക്ഷം പേർ ഡിസംബറിൽ മാത്രം യാത്ര ചെയ്തപ്പോൾ അതും ഒരു സർവകാല റെക്കോർഡായി മാറുന്നു. തിരുവനന്തപുരം വിമാനത്താവളം യാത്രക്കാരുടെ എണ്ണത്തിൽ ഇത്തരമൊരു നേട്ടം കൈവരിച്ചിരിക്കുന്ന സമയത്ത് യാത്രക്കാരുടെയും വിമാനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നവീകരണ പദ്ധതികളും തുടങ്ങുകയാണ്. യാത്രക്കാരുടെയും വിമാനങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്താനായി നവീകരണ പദ്ധതികളും തുടങ്ങുകയാണ്. ഏതാണ്ട് 1 വർഷം നീണ്ട മുന്നൊരുക്കങ്ങൾക്കൊടുവിലാണ് നവീകരണം ആരംഭിക്കാൻ പോകുന്നത്. വിമാനത്താവളത്തിലെ റീകാർപ്പറ്റിംഗ് അടക്കമുള്ള നവീകരണ പദ്ധതികളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ മാസം 14 മുതൽ ആരംഭിക്കുന്ന റൺവേ നവീകരണം മാർച്ച് 29-നുള്ളിൽ പൂർത്തിയാകും. 2017 അവസാനമായി റൺവേ നവീകരിച്ചത്. നിലവിൽ റൺവേയുടെ നീളം 374 മീറ്ററാണ്, വീതി 60 മീറ്ററും. റൺവേയുടെ ഉപരിതലം പൂർണ്ണമായും മാറ്റി രാജ്യാന്തര മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ഘർഷണം ഉറപ്പാക്കി പുനർനിർമ്മിക്കാനാണ് പദ്ധതിയിടുന്നത്. കൂടാതെ നിലവിലെ എയർഫീൽഡ് ഗ്രൗണ്ട് ലൈറ്റിംഗ് സിസ്റ്റം ഹലോസിൽ നിന്ന് LED ആക്കി മാറ്റൽ, പുതിയ സ്റ്റോബാർ ലൈറ്റ് സ്ഥാപിക്കൽ എന്നിവയും നവീകരണ ലക്ഷ്യങ്ങളുടെ ഭാഗമാണ്. നവീകരണത്തിന്റെ ഭാഗമായി പല മാറ്റങ്ങളും സംഭവിക്കും. അതിലൊന്ന് വിമാന സർവീസുകളുടെ സമയത്തിൽ ഉണ്ടാകുന്ന പുനർക്രമീകരണമാകും. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ റൺവേ അടച്ചിടും. ഈ സമയത്തുള്ള വിമാന സർവീസുകളുടെ സമയമാകും പുനർക്രമീകരിക്കുക. പുതിയ സമയക്രമത്തെക്കുറിച്ചുള്ള അറിയിപ്പുകൾ അതാത് വിമാന കമ്പനികൾ തന്നെ യാത്രക്കാർക്ക് കൈമാറും. പുതിയ വേനൽക്കാല ഷെഡ്യൂളിൽ കൂടുതൽ വിമാന സർവീസുകൾ ഉൾപ്പെടുത്താനും ആലോചനയുണ്ട്.